സമസ്തയിൽ വീണ്ടും തർക്കം. മഹലുകളെ സമസ്തയിൽ രജിസ്റ്റർ ചെയ്യണമെന്ന ജിഫ്രി തങ്ങളുടെ നിലപാടിനെതിരെ സുന്നി മഹല്ല് ഫെഡറേഷൻ നേതാക്കൾ രഹസ്യയോഗം ചേർന്നു. ജിഫ്രി തങ്ങളുടേത് SMFന്റെ അധികാരം കവർന്നെടുക്കാനുള്ള നീക്കമെന്നാണ് ആരോപണം. പ്രതികരണമുണ്ട്, കേൾക്കാം. സമസ്ത കേരള ജമിയത്തുൽ ഉലമായിൽ രജിസ്റ്റർ ചെയ്തത് തന്നെയാണ് ഈ മഹല്ല് സംവിധാനം എന്ന് പറഞ്ഞാൽ. സുന്നി മഹൽ ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിലുള്ള മഹല്ല് രജിസ്ട്രേഷൻ സംവിധാനം എന്ന് പറഞ്ഞാൽ സമസ്തയിൽ രജിസ്റ്റർ ചെയ്യൽ തന്നെയാണ്. സമസ്ത നേരിട്ട് എങ്ങനെ മഹല്ല് രജിസ്റ്റർ ചെയ്യുക, നേരിട്ട് മദ്രസ നടത്തുക, അങ്ങനെ സംവിധാനം ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ നേരിട്ട് സമസ്തയിൽ രജിസ്റ്റർ ചെയ്യണം മഹല്ലുകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നെ എന്തോ ദുരുദ്ദേശ്യം ഉണ്ടാവും. കേട്ടാത്തൊന്നും സമസ്ത നേരിട്ടുണ്ട് രജിസ്റ്റർ ചെയ്യുക, സമസ്ത നേരിട്ട് മഹല്ലുകളെ പിന്നെ ഭരിക്കുക, നടത്തുക, സമസ്ത നേരിട്ട് പദ്ധതികൾ ആവിഷ്കരിക്കുക, ആസൂത്രണം ചെയ്യുക, അത് തന്നെയാണ് ഈ മഹല്ലിലൂടെ നടക്കുന്നത്. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. അഭിലാഷ്, സുന്നി മഹല്ല് ഫെഡറേഷന്റെ കീഴിൽ വരുന്ന മദ്രസകളും മറ്റ് സ്ഥാപനങ്ങളും അതെങ്ങനെയാണ് സമസ്ത നേരിട്ട് രജിസ്റ്റർ ചെയ്യുക എന്ന ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. വീണ്ടും സമസ്തയിൽ ഈ വിഷയത്തെ ചൊല്ലി, മദ്രസകളൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന വിഷയത്തെ ചൊല്ലി, മഹല്ലുകളൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന വിഷയത്തെ ചൊല്ലി ഒരു അഭിപ്രായ ഭിന്നത രൂപപ്പെടുകയാണോ? SMFന് ഇക്കാര്യത്തിൽ ജിഫ്രി തങ്ങളോട് വിയോജിപ്പുണ്ടെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഡോക്ടർ അരുൺ, നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ്. സമസ്ത മഹല്ല് ഫെഡറേഷൻ മുസ്ലിം ലീഗിന്റെ നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് മുൻതൂക്കമുള്ള ഒരു സംഘടനയാണ്. ആ സമസ്തയുടെ പോഷക സംഘടനയ്ക്ക് മേലുള്ള ഒരു കടന്നുകയറ്റമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇവർ ഇത് കാണുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ എതിർക്കാനുള്ള ഒരു നീക്കമാണ് അവരുടെ ഭാഗത്തുണ്ടാകുകയും ചെയ്തത്. കാരണം ഇത് സംബന്ധിച്ച് അവരുടെ നേതാക്കളൊക്കെ ഇത്തരത്തിലൊരു രഹസ്യ യോഗം ചേർന്നിട്ടുണ്ട്. അതായത് വിദ്യാഭ്യാസ ബോർഡ് അടക്കമുള്ള സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് സ്വതന്ത്രമായിട്ടാണ്. പക്ഷേ മഹല്ല് ഫെഡറേഷൻ്റെ ഇപ്പോഴും അവരെ ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമം ഈ സമസ്തയുടെ മേൽഘടകത്തിൻ്റെ ഭാഗത്ത് വരുന്നു. അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു കടുത്ത നിലപാടിലേക്ക് അവർ പോവുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നേതാക്കൾ തന്നെ രഹസ്യ യോഗങ്ങൾ ചേർന്ന് മുന്നോട്ട് പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ സമസ്തയുടെ ഈ നിർദ്ദേശത്തെ ഒരു കാരണവശാലും അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു കടുത്ത നിലപാട് അവർ പറയുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഒരു ഘട്ടത്തിൽ വീണ്ടും ഒരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം കരുതാൻ. അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ പൊളിറ്റിക്സ് ഇത്രയേ ഉള്ളൂ. സുന്നി മഹല്ല് ഫെഡറേഷനിൽ ഭൂരിപക്ഷവും ലീഗ് അനുകൂല ആഭിമുഖ്യമുള്ളവരാണ്. അപ്പോൾ സമസ്ത ഇങ്ങനെ നിലപാടെടുക്കുമ്പോൾ സമസ്തയിൽ തന്നെ ലീഗ് അനുകൂല ആഭിമുഖ്യമുള്ളവരുമുണ്ട്, ലീഗിന് എതിരെ നിൽക്കുന്നവരുമുണ്ട്. അതായത് ഇടതു മുന്നണിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ന്യൂനപക്ഷമുണ്ട്. ഈ സുന്നി മഹല്ല് ഫെഡറേഷൻ സമസ്തയുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ അതിനുള്ളിലും ചില രാഷ്ട്രീയ യോജിപ്പുകളും ഒക്കെ സ്വാഭാവികമാണ്.